ഇങ്ങനെ സ്തുതിച്ച ബ്രഹ്മാവിനോട് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു. ബ്രഹ്മദേവൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. പൗലസ്ത്യനായ രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്. മനുഷ്യർക്കൊഴികെ മറ്റാർക്കും കൊല്ലാൻ കഴിയില്ല എന്നൊരു വരം ഞാൻ അവന് കൊടുത്തുപോയി. വരം ലഭിച്ച് ഗർവിതനായ അവൻ 3 ലോകങ്ങളെയും ലോകപാലന്മാരെയും വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. മഹാപ്രഭോ, അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ദേവന്മാരുടെ ശത്രുവായ രാവണനെ സംഹരിക്കാൻ ദയ ചെയ്യണം. ഭഗവാൻ അരുളി ചെയ്തു. കശ്യപ മഹർഷി വളരെ കാലം തപസ്സു ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ പുത്രനായി ജനിക്കണമെന്ന് വരം വാങ്ങി. അങ്ങനെ ആവാമെന്ന് ഞാൻ അനുഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ദശരഥ രാജാവായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ 3 പത്നിമാരിൽ അംശസ്വരൂപേണ 4 പുത്രന്മാരായി ജനിക്കാം. യോഗമായാദേവി സീത എന്ന പേരിൽ വിദേഹ രാജകുമാരിയായി ജനിക്കും. സീതയോടൊന്നിച്ച് ഞാൻ നിങ്ങളുടെ കാര്യമെല്ലാം സാധിപ്പിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, വിഷ്ണു ഭഗവാൻ രഘുവംശത്തിൽ മനുഷ്യനായി അവതരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവതാരലീലകളിൽ സഹായിക്കാനായി നിങ്ങൾ വാനരന്മാരായി അംശസ്വരൂപേണ ഭൂമിയിൽ പോയി ജനിക്കുവിൻ. ഭഗവാൻ മനുഷ്യനായി ഭൂമിയിൽ താമസിക്കുന്ന കാലം മുഴുവൻ നിങ്ങൾ അദ്ദേഹത്തിന് സഹായികളായി ഭൂമിയിൽ ജീവിക്കുകയും വേണം. ഇങ്ങനെ ദേവന്മാരോട് നിർദ്ദേശിക്കുകയും ഭൂമിദേവിയെ സമാധാനിപ്പിക്കുകയും ചെയ്ത് ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ദേവന്മാർ വാനരന്മാരായി അംശസ്വരൂപേണ ജനിച്ചു. വാനരന്മാർ മഹാശക്തന്മാരും പർവ്വതങ്ങളെക്കൊണ്ടും വൃക്ഷങ്ങളെക്കൊണ്ടും യുദ്ധം ചെയ്യുന്നവരുമായിരുന്നു. അവർ വിഷ്ണു ഭഗവാന്റെ അവതാരത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ അവിടെ താമസിച്ചു വന്നു.